ജാവയിലെ ഗണിതക ക്രിയകൾ എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്ന ഗണിതക ക്രിയകൾ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം ഇവയുടെ ഉപയോഗം. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110, ജെഡികെ 1.6, എക്ലിപ്സ് 3.7. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി എക്ലിപ്സ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം. എക്ലിപ്സിൽ ഒരു ഫയൽ സൃഷ്ടിക്കാനും സേവ് ചെയ്യാനും റൺ ചെയ്യാനും അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിവിധ ഗണിതക ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർസ് താഴെ പറയുന്നവയാണ്. സങ്കലനത്തിന് പ്ലസ്, വ്യവകലനത്തിന് മൈനസ്, ഗുണനത്തിന് ആസ്റ്ററിസ്ക്, ഹരണത്തിന് സ്ലാഷ്. ഇവയിൽ ഓരോന്നും വിശദമായി പരിശോധിക്കാം. ഇവിടെ നമുക്ക് എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡ് എഴുതുന്നതിനുള്ള ഘടനയും ഉണ്ട്. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്ന പേരിൽ ഒരു ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്. ചില വേരിയബിളുകൾ ചേർക്കട്ടെ. int x equals 5, int y equals 10, int result. xഉം yഉം ഓപ്പറണ്ട്സ് ആണ്. റിസൾട്ട് ഓപ്പറേഷൻസിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇവ കൂട്ടി ഫലം പ്രിന്റ് ചെയ്യാം. റിസൾട്ട് equal to x plus y. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println പരാൻതീസിസിനുള്ളിൽ റിസൾട്ട്. Ctrl S കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം Ctrl F11 കൊടുത്ത് റൺ ചെയ്യുക. ഈ സങ്കലനത്തിന്റെ ഔട്ട്പുട്ട് റിസൾട്ടിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ആ മൂല്യം പ്രിന്റ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ മൂല്യങ്ങളിൽ മാറ്റം വരുത്താം. x equals 75, y equals 15. സേവ് ചെയ്ത് റൺ ചെയ്യുക. അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ മാറ്റം വരുന്നത് കാണാം. ഇപ്പോൾ നെഗറ്റീവ് മൂല്യങ്ങൾ ചെയ്തു നോക്കാം. y equals -25. സേവ് ചെയ്ത് റൺ ചെയ്യുക. 75 പ്ലസ് -25ന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നു. ഇപ്പോൾ വ്യവകലനം നോക്കാം. y equals 5. x plus yയെ x minus y എന്നാക്കുക. സേവ് ചെയ്ത് റൺ ചെയ്യുക. -5ന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഗുണനം നോക്കാം. മൈനസ് മാറ്റി ആസ്റ്ററിസ്ക് കൊടുക്കുക. സേവ് ചെയ്ത് റൺ ചെയ്യുക. ആസ്റ്ററിസ്ക് ഉപയോഗിച്ച് നമുക്ക് 75നെ 5 കൊണ്ട് ഗുണിക്കാമെന്ന് കാണാം. ഇപ്പോൾ ഹരണം നോക്കാം. ആസ്റ്ററിസ്ക് മാറ്റി സ്ലാഷ് കൊടുക്കുക. സേവ് ചെയ്ത് റൺ ചെയ്യുക. നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് കിട്ടുന്നു. നമ്മുടെ ഫലം ദശാംശ സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. 5ന് പകരം 10 കൊടുക്കുക. ഫലം 7.5 ആയിരിക്കണം. അതിനാൽ റിസൾട്ടിനെ ഫ്ലോട്ട് ആക്കി മാറ്റാം. സേവ് ചെയ്ത് റൺ ചെയ്യുക. പ്രതീക്ഷിച്ച ഫലം 7.5 ആയിരുന്നെങ്കിലും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 7.0 ആണ്.
ഇതെന്തെന്നാൽ ഹരണത്തിൽ ഉൾപ്പെട്ട രണ്ട് ഓപ്പറാൻഡ്സും ഇന്റീജേഴ്സ് ആയിരുന്നു. yയെ ഫ്ലോട്ട് ആക്കി മാറ്റാം. y = 10f. സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇപ്പോൾ പ്രതീക്ഷിച്ച ഫലം കിട്ടുന്നു. ഇത് ഓർത്തുവയ്ക്കുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം ഫ്ലോട്ട് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറാൻഡ്സും ഫ്ലോട്ട് ആയിരിക്കണം. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റർസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. എല്ലാ ഓപ്പറാൻഡ്സും നീക്കം ചെയ്യുക. ഇന്റ് result = 8 + 4 - 2. സേവ് ചെയ്ത് റൺ ചെയ്യുക. പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നു. മൈനസിന് പകരം സ്ലാഷ് കൊടുക്കുക. ഹരണത്തിന് മുൻപ് സങ്കലനം നടത്തുകയാണെങ്കിൽ ഔട്ട്പുട്ട് 6 ആയിരിക്കും. സങ്കലനത്തിന് മുൻപ് ഹരണം നടത്തുകയാണെങ്കിൽ ഔട്ട്പുട്ട് 10 ആയിരിക്കും. റൺ ചെയ്ത് ഔട്ട്പുട്ട് പരിശോധിക്കാം. ഔട്ട്പുട്ട് 10 ആണെന്ന് കാണാം. അതായത് സങ്കലനത്തിന് മുൻപ് ഹരണം നടന്നു. ഇതെന്തെന്നാൽ അഡിഷൻ ഓപ്പറേറ്ററിനേക്കാൾ മുൻഗണന ഡിവിഷൻ ഓപ്പറേറ്ററിനാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മുൻഗണനാക്രമം മറികടക്കണമെങ്കിൽ പരാൻതീസിസ് ഉപയോഗിക്കണം. പരാൻതീസിസ് ചേർക്കുന്നത് വഴി നമ്മൾ ഹരണത്തിന് മുൻപ് സങ്കലനം നടത്തുവാൻ ജാവയോട് നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഫയൽ റൺ ചെയ്യട്ടെ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ സങ്കലനം ആദ്യം നടക്കുകയും ഔട്ട്പുട്ട് 6 എന്ന് കിട്ടുകയും ചെയ്യുന്നു. ഓപ്പറേഷൻസിന്റെ ക്രമം വ്യക്തമല്ലെങ്കിൽ പരാൻതീസിസ് ഉപയോഗിക്കേണ്ട കാര്യം ഓർത്തുവയ്ക്കുക. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് ജാവയിൽ അടിസ്ഥാന ഗണിതക ക്രിയകൾ നടത്തുന്നത്, ഓപ്പറേറ്റർസിന്റെ മുൻഗണനാക്രമം, കൂടാതെ ഇതിനെ മറികടക്കുന്നത്. ഒരു അസൈൻമെന്റ്: മോഡുലോ ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നത് എന്ന് മനസിലാക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.